അവനെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. അവന് നാണം കൊണ്ടും ക്ഷീണം കൊണ്ടും എന്റെ മുഖത്ത് നോക്കാൻ തന്നെ ചമ്മലായിരുന്നു. ഞാൻ അവനെ അത്രയ്ക്ക് ആക്ഷേപിച്ച ഇറക്കി വിട്ടത്. അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തേ? മനോജന്റെ ഭർത്താവല്ലേ? അതെനിക്കറിയാലോ. പക്ഷെ അവൻ നിന്നെ അറിയിക്കാതെയാണ് എന്നെ കാണാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാ ഞാൻ അവനോട് അങ്ങനെ പെരുമാറിയത്. അതിനിപ്പോ സാരമില്ല. അവന് നാണവും മാനവും ഇല്ലാത്തതുകൊണ്ട് അവൻ അതങ്ങ് മറന്നോളൂ. ഹരിതമോള് പേടിക്കണ്ട. മാധവൻ നായരെയും ചന്ദ്രികയും തേടിയുള്ള അന്വേഷണം പോലീസ് ഈ നിമിഷം മുതൽ ഊർജിതപ്പെടുത്തും. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാൻ പോവുക. അപ്പൊ ഒരു നൈസ് ഡേ മക്കളെ. താങ്ക്സ് അച്ഛാ. സെയിം ടു യു. ഞാൻ നിന്റെ അമ്മയാ. എല്ലാം പ്രകാശ് മോൻ പറഞ്ഞപ്പോഴാ അറിഞ്ഞ്. ചന്ദ്രികമ്മയും മാധവേട്ടനും തിരിച്ചു വരുമ്പോളെ അത്ര നല്ല മനസ്സുള്ളവരവര്. ആ വന്ദന ഇവിടെ ഉണ്ടായിരുന്നോ? എന്തിനാ മോളെ വയസ്സുകാലത്ത് ഈ ചന്ദ്രികമ്മയും മാധവേട്ടനും ഒക്കെ ഈ ബുദ്ധിമോശം കാണിച്ചത്? എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് പ്രകാശ് മോനോട് തുറന്നു പറഞ്ഞാ പോരായിരുന്നോ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തും ചെയ്യാൻ ഒരു മോനുള്ളപ്പോ ഈ ബുദ്ധിമോശം ഒന്നും അവര് കാണിക്കാൻ പാടില്ലായിരുന്നു. കാര്യങ്ങളെല്ലാം പ്രകാശ് മോൻ പറഞ്ഞപ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നു. അല്ല, കിളിക്കാൻ പറ്റി ദിയമോൾ എവിടെ? അവളകത്തുണ്ട്. അമ്മ എന്താ ഒരു ഫോൺ പോലും വിളിക്കാതെ? അയ്യോ, അതിനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴുണ്ടല്ലോ പ്രകാശ് മോൻ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഏലിയാമ്മ ടീച്ചറിന്റെ വീട്ടിലാ പണി. ഇന്ന് കുറച്ച് നേരത്തെ പോണേ. മക്കളും കൊച്ചുമക്കളും ഒക്കെ കാനഡയിൽ നിന്നും വരുമെന്നൊക്കെ പറഞ്ഞിരുന്നതാ. അത് നീ അറിഞ്ഞില്ലേ? മോൻ പറഞ്ഞു ഇനി വീട്ടുജോലിക്കൊന്നും പോകണ്ടാന്ന്. മോനോ? അതാരാ? പ്രകാശ് മോൻ. ഇനി ഞാൻ എവിടെയും ജോലിക്ക് പോകണ്ട, പുതിയ വീട്ടിൽ വെറുതെ ഇരുന്നാ മതി, പൊന്നുപോലെ നോക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. സ്വന്തമായിട്ട് ഒരു സെന്റ് മണ്ണുപോലും ഇല്ലാത്ത എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണം മോളെ? ഇതൊന്നും കാണാൻ മാധവേട്ടനും ചന്ദ്രികാമ്മയും ഒന്നും ഇല്ലാതെ പോയല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ കയ്യില് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം 40,000 രൂപയാ. ഞാനത് പ്രകാശന്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു. എനിക്കിനി എന്തിനാ പൈസ? മോളെ, അച്ഛനെയും അമ്മയും കാണാനില്ലെന്ന് അറിഞ്ഞിട്ടേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നാണോ മോള്?
അവർക്കൊന്നും സംഭവിക്കില്ല മോളെ. അവരിങ്ങി മടങ്ങി വരും. അത്ര നല്ല മനസ്സാ മാധവേട്ടന്റെയും ചന്ദ്രികാമ്മയുടെയും. അവരെ ദൈവം കാത്തു. സുമിത്രയുടെ നാള് നോക്കിയിട്ടാണ് പാലുകാച്ചിന്റെ ഡേറ്റ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. സുമിത്രയ്ക്കും മോനും വേണ്ടിയിട്ടല്ലേ ഞാനീ കിടന്ന് കഷ്ടപ്പെടുന്നൊക്കെ. ആ കാര്യം സുമിത്രയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവളാണ് എന്റെ ഫുൾ സപ്പോർട്ട്, എന്റെ ഭാഗ്യവും. അല്ല, ഈ ചായക്ക് വല്ല പുളിയും ഉണ്ടോ? ഇല്ല. എന്ത് പറ്റും മോളെ? പാകം ഒത്തില്ലെങ്കിലേ പിന്നെ എത്ര നല്ലതെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ശരിയാ മോളെ, ഇപ്പൊ കിട്ടുന്ന എല്ലാ പാലും അത്ര നല്ലതല്ല. അതെ അമ്മ, വെളുത്തിരിക്കുന്നതൊന്നും പാലല്ല. ചില വിഷത്തിന്റെ കളറും വെളുപ്പാ. മോനെ, പാലുകാച്ചിന് എന്തൊക്കെ ഒരുക്കങ്ങളാ ചെയ്തിരിക്കുന്നേ? അമ്മേ, പാലുകാച്ചി അതിഗംഭീരമായിട്ട് നടത്തണം. ചിക്കനും മട്ടനും ഫിഷും ടീ സ്റ്റാളും പിന്നെ ഏത്തപ്പഴം വെച്ചുണ്ടാക്കിയ നല്ല ചൂട് പഴംപൊരിയും എന്ന് വേണ്ട എല്ലാത്തരം ഫുഡ് ഐറ്റംസും ഉണ്ടായിരിക്കും.